ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ്. ഒരു മനുഷ്യൻ നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്ന് വെച്ചിട്ടാണ് നാം ഒരാളെ വിലയിരുത്തുന്നത്. ഏത് സാഹചര്യത്തിലും അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണ്. ഒരാളുടെ വ്യക്തിത്വം മെച്ചമാകുന്നത് പണം കൊണ്ട് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ആർക്കും എന്തും വന്ന് നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും മാറ്റങ്ങൾ വരുത്തുക. ഏത് മേഖലയിൽ ആണെങ്കിലും നാം അതിൽ ഫോക്കസ് ചെയ്യുക. മറ്റാൾക്കാരുമായി ചേർന്ന് മോശം വർത്തമാനങ്ങൾ സംസാരിക്കാതിരിക്കുക. മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ചെന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. നമ്മുടെ ക്യാരക്ടർ സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് മറ്റുള്ളവരോട് മോശപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കുക. നാം നല്ല സ്വഭാവമുള്ളവരാവണമെങ്കിൽ നാം തന്നെ നമ്മുടെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാം എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ചില ആളുകളെ കണ്ടിട്ടില്ലേ, നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു ആകർഷണം തോന്നാറില്ലേ? അവർ നടക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം. നാം ഏത് പ്രശ്നത്തിലായാലും പുഞ്ചിരിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മനസ്സിൽ മാറ്റിവെച്ച ശേഷം പുറത്ത് പുഞ്ചിരിക്കുക. മറ്റു ആളുകളുടെ മുന്നിൽ എപ്പോഴും കോൺഫിഡൻ്റായിട്ടിരിക്കുക. മറ്റുള്ളവരെ വിഷമങ്ങൾ കേൾക്കാനും തയ്യാറാവുക. അവരുടെ പ്രശ്നങ്ങളുടെ കേൾവിക്കാരനാവുക. നാം സംസാരിക്കുന്നതിനിടയിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കും പരിഗണന നൽകുക. നന്നായി ഡ്രസ് ചെയ്യുക. നല്ല രീതിയിൽ നടക്കുക. പോസ്റ്റർ കറക്റ്റായി തന്നെ നടക്കുക. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. പക്വതയുള്ള ആളുകൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്നു. തന്നെ പോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും വാല്യൂ കൊടുക്കുക. ഏത് സാഹചര്യത്തിലും കാമായിട്ടിരിക്കുക. ദേഷ്യം വരുന്ന സമയത്തും സംയമനം പാലിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.